നമ്മെ ഞെട്ടിച്ചുകൊണ്ട് സൂര്യാഘാതമേറ്റൊരു മരണം എന്നുള്ള വിവരം കൂടി വരികയാണ്. കണ്ണൂർ പള്ളിപ്പോയിൽ സ്വദേശി സനൽകുമാർ എംവിയാണ് മരിച്ചത്. കിണർ കുഴിക്കുന്ന ജോലിക്കിടെയാണ് ഇന്നലെ സനൽകുമാറിന് സൂര്യാഘാതമേറ്റത്. കോഴിക്കോട് അങ്കണവാടി അധ്യാപികയ്ക്കും മലപ്പുറത്ത് 4 വയസ്സുകാരിക്കും ഇന്ന് പൊള്ളലേറ്റിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മുഴുവൻ ജില്ലകളിലും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് മുന്നറിയിപ്പ്. വിനീത, തീർച്ചയായിട്ടും കനത്ത ചൂടാണ്. മനുഷ്യന് താങ്ങാൻ വേണ്ടി കഴിയുന്നതിന് അപ്പുറത്തേക്ക് ചൂടിൻ്റെ ആഘാതം വരുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കണ്ണൂർ പള്ളിപ്പുയിൽ സ്വദേശിയായിട്ടുള്ള സനൽകുമാർ MV 37 വയസ്സ് മാത്രമാണ് പ്രായം, യുവാവാണ്. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായാണ് അദ്ദേഹം വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം വീടിന് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ കിണർ കുഴിക്കുന്ന ജോലിക്ക് സഹായിയായി അദ്ദേഹം പണിയെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ സൂര്യാഘാതമാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. ആദ്യം കണ്ണൂർ ഈ പള്ളിപ്പോയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലും പിന്നീട് കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ ശാരീരിക അസ്വാസ്ഥ്യം വളരെയധികം മൂർച്ഛിക്കുകയും വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം പുറത്തേക്ക് സ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ സൂര്യാഘാതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സനൽകുമാറിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂർ മട്ടന്നൂരിലും സമാനമായ രീതിയിൽ തന്നെ ഒരു തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് ജോലിക്കിടയിൽ ഇത്തരത്തിലൊരു സൂര്യാഘാതം ഏൽക്കുകയും കയ്യിൽ ദേഹമാസകലം തന്നെ, അതായത് പ്രധാനമായും കയ്യിലെ ഈ പറയുന്ന കൈത്തണ്ടയുടെ ഭാഗത്ത് ചുട്ട് പഴുത്ത രീതിയിൽ, അതായത് കുമിളകൾ ഉയരുന്ന തലത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാരെ കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്രമം വേണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി ആ തൊഴിലാളി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. എന്തായാലും വളരെ കടുത്ത രീതിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന രീതിയിൽ കണ്ണൂരിൽ ഒരാളുടെ മരണം സംഭവിച്ചു എന്നുള്ളത് ദാരുണമായിട്ടുള്ള സംഭവമാണ്. തൊഴിലാളികളെല്ലാം തന്നെ പകൽ 11-നും വൈകുന്നേരം 3 മണിക്കും ഇടയിൽ കർശനമായ രീതിയിൽ ജോലികളിൽ നിന്ന് തൊഴിലാളിയായ കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ജോലിക്കിടെയാണ് സൂര്യാഘാതമേറ്റ് കണ്ണൂരിൽ മരണം സ്ഥിരീകരിക്കുന്നത്. അവിടെ മറ്റൊരു തൊഴിലാളിക്ക് കൂടി സൂര്യാതപമേറ്റു എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. പകൽ സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം, തൊഴിലാളികൾ ആ സമയത്ത് വിശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് നിർദ്ദേശം വരുന്നത്.